ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. ഓണത്തിന് ചിപ്സും ശർക്കര വരട്ടിയും പായസവും ഒക്കെ അങ്ങോട്ട് കഴിച്ച് കുശാലമായൊരു വാരത്തിന് ശേഷം സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ എത്തിയില്ലേ? അപ്പോൾ എന്നൊക്കെയാ വിശേഷങ്ങള്? വീട്ടിലിരുന്ന് കഴിച്ച് ചിലർക്കെങ്കിലും ശരീരഭാരമൊക്കെ കൂടിക്കാണും. മേലനങ്ങാതെ കഴിപ്പ് മാത്രമായാൽ ഭാവിയിൽ ശരീരത്ത് കയറിക്കൂടാനായിട്ട് ഒരു പിടി രോഗങ്ങൾ അങ്ങോട്ട് ക്യൂ നിൽക്കുന്ന കാലമാണ്. അവരെ പടിക്ക് പുറത്തു നിർത്താൻ UGC വക സ്പെഷ്യൽ നിർദ്ദേശമുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളിൽ രോഗങ്ങൾ കൂടുന്നത്രേ. ആയതിനാൽ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി ഷുഗർ, ഓയിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ നമുക്ക് ഷുഗറും ഓയിലും ഒക്കെ ആവശ്യത്തിന് മാത്രമാക്കാം. ഞാൻ ഏതായാലും ഷുഗർ കട്ടിലാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്നല്ലേ? എന്നാ പിന്നെ തലക്കെട്ടുകളിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി 2.5 പതിറ്റാണ്ടിന് ശേഷം സ്കോളർഷിപ്പ് പരീക്ഷാ പരിഷ്കരണത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ സംസ്ഥാന സർക്കാരിന് ഉടൻ കൈമാറും. പരീക്ഷകളെല്ലാം ചേർത്ത ഒറ്റ പരീക്ഷയാക്കാൻ നിർദ്ദേശം. ഒറ്റ പരീക്ഷയിലൂടെ USS, TEPS, NUMAT സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുക ലക്ഷ്യം. സംസ്ഥാനത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ അടുത്ത തലത്തിലേക്ക്. സെമസ്റ്റർ പരീക്ഷാ ടൈം ടേബിൾ, ക്വസ്റ്റ്യൻ ബാങ്ക്, സിലബസ് പരിഷ്കരണം, അധ്യാപക പരിശീലനം, ഓൺലൈൻ കോഴ്സുകൾ എന്നിവ പ്രോഗ്രാമിന്റെ ഭാഗമാകും. 4 വർഷ ബിരുദ പ്രോഗ്രാമിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പ് 2025-26 അധ്യയന വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിന് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 22. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്തവർ അർഹർ. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. എന്നാലും ചില ക്യാമ്പസുകൾ ഇപ്പോഴും ഓണത്തിന്റെയും മറ്റു പല ആഘോഷങ്ങളുടെയും തിരക്കിലാണ്. വളരെ പെട്ടെന്ന് ആ കാഴ്ചകളിലേക്കൊന്ന് ഊളിയിട്ട് നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് ഊളിയിടൽ ടു ദോസ് വിഷ്വൽസ്. പാശ്ചാത്യ ശൈലിയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ കലാലയമായ കോട്ടയം CMS കോളേജിൽ കഴിഞ്ഞയാഴ്ചയായിരുന്നു വാശിയേറിയ ഓണാഘോഷങ്ങൾ. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയും പോലെ പിള്ളേർ ആഘോഷങ്ങൾ അങ്ങ് കളറാക്കി. രംഗം 1, ഘോഷയാത്ര. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഓർഡർ ഇല്ലാതെ നടക്കുന്ന വിദ്യാർത്ഥികളെ ഓർഡറാക്കി നടത്താൻ പെടാപ്പാടുപെടുന്ന സംഘാടകർ. ചില പെൺകുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. ആ രസമില്ലായ്മ മുഖത്തങ്ങട് വാരി തേച്ച് അവർ നടന്നുപോയി. ഒരു ഡാൻസിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു. 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്. എന്തേ സിമ്പിളായി ഡാൻസ് കളിക്കുന്ന ഒരാൾക്കാർക്ക് ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? എന്നാ ഒരു സൺഗ്ലാസ് ആവാം. ഇപ്പൊ എല്ലാം സെറ്റ്. ഇനി വടംവലി. പിടിച്ചോ പിടിച്ചോ എന്ന് ചോദിച്ചൊരാൾ. ആരെ പിടിച്ചോ, എന്ത് പിടിച്ചോ, എന്തരോ എന്തോ. ഇനി പെൺകുട്ടികളുടെ വടംവലി. വടംവലിക്കുന്നത് പെൺകുട്ടികളാണെങ്കിലും വാശി ആൺപിള്ളേർക്കാണ്. ടെൻഷൻ കാരണം ചിലരുടെ മുഖം വലിഞ്ഞു മുറുകുന്നു. സാരിയൊന്നും മത്സരാർത്ഥികളിൽ ചിലർക്ക് പ്രശ്നമേ അല്ല. ചിലരാകട്ടെ റിസ്ക് വേണ്ടെന്ന് വെച്ച് മോഡേൺ വേഷത്തിൽ സേഫായാണ് വടം വലിക്കാനെത്തിയത്. ജയിച്ചവരുടെ ആഘോഷം തോറ്റവർ കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്നൊരില്ലായി. കൊട്ടും മേളവുമായി രംഗം കൊഴുക്കുന്നു. കൊട്ടുകേട്ടാൽ എങ്ങനെ അനങ്ങാതെ നിൽക്കും? മേളക്കൊഴുപ്പിനൊത്ത് ചുവട് വയ്ക്കുന്നവരെ പകർത്താനായി തല പൊക്കി നിൽക്കുന്ന മൊബൈൽ ക്യാമറകൾ. അതിന്റെ പെട്ടെന്ന് ചാനൽ ക്യാമറ കണ്ട ഈ ടീം പടക്കേന്നൊരു സ്റ്റെപ്പിടാനുള്ള തത്രപ്പാടിലാണ്. പതുക്കെ സ്റ്റെപ്പിട്ട് വന്നപ്പോ ഇതേത് നൃത്തരൂപമെന്ന് കണ്ടവർക്ക് സംശയം. ഇനി ഉറിയടി. അടുത്തതായി ഉറിയടി മത്സരം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് സമീപമായി ആരംഭിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും പേര് നൽകിയിട്ടുള്ളവരും എത്രയും വേഗം അവിടെ എത്തിച്ചേരുക. ഉറിയടി മത്സരത്തിനായിട്ടുള്ള വോളണ്ടിയേഴ്സ് എത്രയും വേഗം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് സമീപം എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ആഹഹ, തനി കേരളീയ കലാരൂപം നടത്താൻ പറ്റിയ സ്ഥലം. ഈ ആംഗലേയ വകുപ്പുകാർ കാണട്ടെ ഉറിയടി മഹാത്മ്യം. സൺഗ്ലാസ് ഒക്കെ വെച്ച് അതാ വരുന്നു ഒരു മോഡേൺ മാവേലി. അധ്യാപികയോട് ലേശം വിനയം, പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഒരു നടപ്പാണ്. പ്രജകളെ തപ്പിയുള്ള പോക്കാവാം. ഇനി തൃപ്പൂണിത്തുറ RLV കോളേജിലെ സമഭാവനയിലെ ദൃശ്യങ്ങളിലേക്കാണ്. കലാ സാംസ്കാരിക മാമാങ്കത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്. കലയുടെ പരമ്പരാഗതവും ആധുനികവുമായ വെർഷനുകൾ ഹൈ വോൾട്ടേജ് എനർജിയിൽ കഥകളി വേഷക്കാർ അണിഞ്ഞൊരുങ്ങുന്നു. തലയിലെ കിരീടത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ദാ ഈ കൂട്ടുകാരൻ. ഇനി മേളം. അതന്നെ, കഥകളി വേഷക്കാർക്ക് മോഡേൺ ഡാൻസ് പാടില്ലേ?